ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമം 3-ാമത്തെ ശ്ലോകമാണ് ഇന്ന് സ്മരിക്കുന്നത്. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. നാമം മനോരൂപേക്ഷു കോദണ്ഡ. ഇക്ഷു എന്നാൽ കരിമ്പ് എന്നർത്ഥം. കോദണ്ഡം വില്ല്. മനസ്സാകുന്ന കരിമ്പുവില്ല് ധരിച്ചവൾ ശ്രീ മഹാദേവി. ദേവിയുടെ ഇടതുകൈയിൽ കരിമ്പുവില്ല്. അത് മനസ്സിൻ്റെ പ്രതീകമാണ്. മധുരരസമുള്ളതാണ്. ഇടവിട്ട് മധുരം നിറഞ്ഞ കമ്പുകൾ. എന്നാൽ പുറം തോൽ അതിയായ കട്ടിയുള്ളതാണ്. അമ്മ ഭക്തരോട് വളരെ ആർദ്രയാണ്. പക്ഷേ പാഷണ്ഡന്മാരോട് കഠിനയുമാണ്. സങ്കൽപ്പം വികൽപ്പം എന്ന 2 ഗുണങ്ങൾ മനസ്സിനുണ്ട്. അത് വ്യത്യസ്തമായ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കാൻ ഇടവരുത്തുന്നു. നിയന്ത്രിക്കുവാൻ ദേവിക്കേ സാധിക്കൂ. ദേവീ കൃപയിലേ സാധിക്കൂ. തപസ്സുള്ളവന് മനസ്സിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കും. ആ മനസ്സാകുന്ന ആ വില്ല്, നമ്മളുടെ മനസ്സാകുന്ന വില്ല് അമ്മയുടെ തൃക്കരങ്ങളിൽ, അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അമ്മ അത് സ്നേഹപൂർവം തൻ്റെ കയ്യിൽ ഏന്തുക തന്നെ ചെയ്യും. ഭക്തന് അനുഗ്രഹമൂർത്തിയായി വർത്തിക്കുക തന്നെ ചെയ്യും. മനോരൂപേക്ഷു കോദണ്ഡ. ഓം മനോരൂപേക്ഷു കോദണ്ഡായൈ നമ. അടുത്ത നാമം പഞ്ചതന്മാത്ര സായക. പഞ്ച എന്ന് പറഞ്ഞാൽ 5 തന്മാത്രകളെ കരങ്ങളിൽ ധരിച്ചിരിക്കുന്നവൾ. പഞ്ചമഹാഭൂതങ്ങളെ കൈകളിലേന്തി വിരാജിക്കുന്നവൾ. പഞ്ചതന്മാത്ര സായകായൈ നമ. പഞ്ചമഹാഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിവയെ പ്രകൃതി പ്രത്യക്ഷമാക്കി തൻ്റെ കൈകളിൽ ധരിച്ചിരിക്കുകയാണ്. പ്രകൃതീദേവിയാണ് അമ്മ. ആകാശം എന്ന് പറയുമ്പോൾ ശബ്ദം, വായു സ്പർശം, അഗ്നി രൂപം, ജലം രസം, ഭൂമി ഗന്ധം. ഈ തത്വങ്ങളെ, ഈ തന്മാത്രകളെ, ഈ ബ്രഹ്മാണ്ടത്തെ ഒന്നടങ്കം ദേവി ധരിച്ചിരിക്കുകയാണ്. ദേവിയാണ് പ്രപഞ്ച സൃഷ്ടി സ്ഥിതി ലയകാരിണി ശ്രീമാത. ഇവയെ വലതുവശത്തെ കൈകളിൽ അസ്ത്രങ്ങളായി വച്ചിരിക്കുന്നു. ഇനി പഞ്ചബാണങ്ങൾ എന്ന് പറയുമ്പോൾ കമലം, കൈരവം, കൽഹാരം, ഇന്ദീവരം, സഹകാരം എന്നീ പുഷ്പങ്ങളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാമദേവൻ്റെ പഞ്ചബാണങ്ങൾ. പഞ്ചതന്മാത്ര സായക. കാമദേവൻ തൻ്റെ അസ്ത്രം പ്രയോഗിച്ച് മഹാദേവൻ്റെ തപസ്സിളയ്ക്കാൻ ശ്രമിച്ച കഥ നമുക്ക് സ്മരിക്കാം.
ആരിലാണോ ഈ പഞ്ചേന്ദ്രിയങ്ങളും വർദ്ധിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്, അവൻ്റെ മനസ്സ് പുറത്തേക്ക് പോകുക തന്നെ ചെയ്യും. ആ ഇന്ദ്രിയങ്ങളെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ അമ്മയുടെ അങ്കുശമുണ്ട്. അമ്മയിൽ സമർപ്പിതമായ ചിത്തത്തോടും ശരീരത്തോടും കൂടി ആര് ചരിക്കുന്നുവോ അവർ വ്യതിചലിക്കുന്നില്ല, അവർ അധപ്പതിക്കുന്നില്ല, അവർ തളരുന്നില്ല. തീർച്ചയായും അമ്മ അവരെ ശരിയായ മാർഗത്തിലേക്ക് ശരിയായ രീതിയിൽ ചരിക്കുവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഏതേത് അഭീഷ്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാലും, ഏതേത് താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാലും അത് ധാർമ്മികമായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അമ്മ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും തൻ്റെ ഭക്തന് അനുകൂലമാക്കി വയ്ക്കാൻ അമ്മ ശ്രദ്ധിക്കും. തീർച്ചയായും സമർപ്പണ ബുദ്ധിയോടുകൂടി അവിടത്തേക്ക് എന്ന ഭാവത്തിൽ ആര് പ്രവർത്തിക്കുന്നുവോ അവൻ്റെ ആഗ്രഹങ്ങൾ, ആ വ്യക്തിയുടെ കാമം ധർമ്മനിഷ്ഠമായിരിക്കും. അവിടെ അമ്മ വിരാജിക്കും. ആ മനസ്സിൽ ശാന്തിയും ഐശ്വര്യവും അമ്മ നിറയ്ക്കും. ആ ജീവിതം അമ്മയുടെ നിയന്ത്രണത്തിലായിരിക്കും. അതറിഞ്ഞ് ആനന്ദം അനുഭവിക്കുവാനുള്ളൊരു ഭാഗ്യം കൂടി കാരുണ്യപൂർവ്വം അമ്മ തരുന്നതായിരിക്കും. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. പഞ്ചതന്മാത്ര സായകായൈ നമ. അടുത്ത നാമം നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജ എന്ന് പറഞ്ഞാൽ തൻ്റേത്, സ്വന്തം, സ്വായത്തമായ അരുണപ്രഭ എന്ന് പറഞ്ഞാൽ ചുമന്ന ശോഭ കൊണ്ട് നിമഗ്നമായിരിക്കുന്ന ബ്രഹ്മാണ്ഡ മണ്ഡലത്തോടു കൂടിയവൾ ശ്രീ മഹാദേവി. സ്വന്തമായ അല്ലെങ്കിൽ സ്വായത്തമായ തൻ്റേതായ ആ ചുമന്ന ശോഭ കൊണ്ട് നിമഗ്നമായിരിക്കുകയാണ്. പ്രപഞ്ചം മുഴുവനും അരുണശോഭയാൽ നിമഗ്നമായിരിക്കുന്നു. ആ ബ്രഹ്മാണ്ഡ മണ്ഡലത്തോടു കൂടിയവൾ, അതാണ് അമ്മ. അങ്ങനെ സൂര്യശോഭയിൽ സഹസ്ര സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ച് ഉയരുന്ന ആ ഭാസ്കര ശോഭയോടുകൂടിയവൾ അമ്മ. ഇവിടെ നൈസർഗികമായ ശോഭയാണ്, അമ്മയുടേത് തന്നെയായിട്ടുള്ള ശോഭയാണ്. രക്തവർണം, അരുണവർണം അമ്മയുടെ കാന്തി. തൻ്റെ സൃഷ്ടിയായ ബ്രഹ്മാണ്ഡങ്ങളെയും ദേവി ഈ ശോഭയിൽ മുക്കുകയാണ്. ചിദഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന ദേവിയുടെ ആ രൂപം സ്മരിക്കണം. ചുമന്ന വർണ്ണം, അത് ദേവിക്ക് സ്വായത്തമാണ്. ദേവി രാജസത്തിൻ്റെ എന്ന് വെച്ചാൽ കർമ്മ പദ്ധതികളുടെ കർമ്മത്തിൻ്റെ നിയന്താവാണ്. എല്ലാം ചെയ്യിക്കുന്നത് അമ്മയാണ്. അമ്മയുടെ കാരുണ്യത്തിലും സങ്കല്പത്തിലും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അങ്ങനെ നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. പ്രഭാതത്തിൽ ശരീരശുദ്ധിക്ക് ശേഷം ധ്യാനിക്കാനിരിക്കുന്ന ഒരു ഭക്തൻ അമ്മയെ ഇങ്ങനെ അരുണവർണ്ണത്തോടുകൂടി ധ്യാനിക്കണം എന്ന് പറയുകയാണ്. ദേവിയുടെ രൂപം അരുണാഭമായിട്ട് ധ്യാനിക്കണം എന്ന് ആചാര്യന്മാർ അനുശാസിക്കുന്നുണ്ട്. അത് ക്രിയാശക്തി സ്വരൂപിണിയാണ് ദേവി. രാജസത്തോടുകൂടി വിരാജിക്കുന്ന ദേവി, രാജസത്തിന് ചുവന്ന നിറമാണ് കൽപ്പിച്ചിട്ടുള്ളത്. അണ്ടകടാഹങ്ങളെയും കർമ്മോന്മുഖരാക്കി തീർക്കുകയാണ് ദേവി.
നമ്മൾ ഓരോരുത്തരെയും കർമ്മോന്മുഖരാക്കുന്നു. ഉദ്ബുദ്ധരാക്കിക്കൊണ്ട് സ്വധർമ്മ പാലനത്തിനു വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ശ്രീ മഹാദേവി. അങ്ങനെയുള്ള ദേവിയുടെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡലായൈ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഇല്ലേ?